നിങ്ങൾ ബൈബിളിലേക്ക് തിരിഞ്ഞാൽ ഇതിലും ഹീനമായ രാഷ്ട്രീയ ചരിത്രം കാണാം. വേറെങ്ങും പോണ്ട. 1-2 ദിനവൃത്താന്തം, 1-2 രാജാക്കന്മാർ, ശാമുവേലിൻ്റെ പുസ്തകമൊക്കെ വായിച്ചാൽ കൈക്കൂലിക്കാരായ ആളുകളെ കാണാം, ന്യായം മറച്ചു കളയുന്ന ജഡ്ജിമാരെ കാണാം, തെറ്റായി പ്രവർത്തിക്കുന്ന നിരവധി മറ്റ് ആളുകളെയും രാജകുടുംബത്തിലെ അംഗങ്ങളെയും കാണാം. അപ്പനെ കസേരയിൽ നിറക്കിയിട്ട് അതിനുവേണ്ടി അടികൂടുന്ന മനുഷ്യരെ കാണാം. ചുരുക്കി പറഞ്ഞാൽ ഒരാധുനിക കാലത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ തിന്മകളേക്കാൾ ശക്തമായ തിന്മ പണ്ട് നിലനിന്നിരുന്നു. അത് തുടരുകയാണിന്നും. ബൈബിളിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അത് ബൈബിളിൻ്റെ പ്രശ്നമല്ല. എന്നോട് നിരീശ്വരവാദികളുമൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ ഇത്തരം പഴയ നിയമ സംഭവങ്ങൾ എടുത്ത് കാട്ടിയിട്ട് ഇതൊക്കെയാണല്ലോ ബൈബിളിൽ എന്ന് പറയാറുണ്ട്. മറ്റൊന്നാണ് ലോത്ത് അയാളുടെ സ്വന്തം മക്കളോടൊത്ത് ശയിക്കുന്ന ഒരു ഭാഗം വായിച്ചിട്ട് ഇതൊക്കെയാണോ ബൈബിളിൻ്റെ ധാർമ്മികത? ഞാനവരോട് പറയാറുണ്ട്, ഗോവിന്ദചാമി എന്ന് പേരായ ഒരു മനുഷ്യൻ ട്രെയിൻ യാത്രയിൽ വെച്ച് നമ്മുടെ പാവം ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു. അത് മനോരമയിലോ മാതൃഭൂമിയിലോ അച്ചടിച്ചു വന്നാൽ അത് മാതൃഭൂമിയുടെ ധാർമ്മികതയല്ല, അത് മനോരമയുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമല്ല. ആ വാർത്ത പരാമർശിച്ചു എന്നേ ഉള്ളൂ. എന്നതുപോലെ വലഞ്ഞുപോയ നീതിമാനാണ് ലോത്ത്. ആ കാര്യം ബൈബിളിലുണ്ട്. ആ വഴി തിരയരുത് എന്നാണ് അതിൽ സന്ദേശം. അതുപോലെ ബൈബിളിൽ ഉപദ്രവകാരികളായ രാജാക്കന്മാർ, തിന്മ പ്രവർത്തിച്ച പുരോഹിതന്മാർ, കൈക്കൂലി വാങ്ങി വ്യാജം ചെയ്ത ന്യായാധിപന്മാരെ കാണാം. നിങ്ങൾ ആ വഴി തിരയരുത് എന്നാണ് അതിൻ്റെ സന്ദേശം. അവർക്ക് പിന്തുണ കൊടുക്കുന്ന പുസ്തകമല്ലിത്. ഇനി ബൈബിൾ വീക്ഷിച്ച ഒരു ഗുണപരമായ രാഷ്ട്രീയം ബോധ്യപ്പെടുത്തിയിട്ട് രാജ്യവും നീതിയും എന്ന പരാമർശത്തിലേക്ക് പോകാം. ആദ്യം ദൈവജനത്തിൽ ആവർത്തന പുസ്തകം 17-ാം അധ്യായം, അവിടെ ബൈബിൾ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നു. നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് ഒരു രാജാവിനെ വാഴിച്ച്, ഒരു രാഷ്ട്രം കിട്ടിക്കഴിയുമ്പോൾ ഒരു രാജാവിനെ വാഴിക്കണം എന്ന് താല്പര്യം വന്നാൽ അതാകാം. പക്ഷെ നിബന്ധനകൾ വെച്ചു. അവൻ നിൻ്റെ സഹോദരനായിരിക്കണം, വിദേശിയാകാൻ പാടില്ല, വിദേശത്തുള്ള ആളാകാൻ പാടില്ല, നിൻ്റെ സമൂഹത്തിൽ നിന്നാകണം രാജാവ്. നല്ല കാര്യമാണ്. അങ്ങനെയാണ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ അവിടെ ചെന്ന് പൗരത്വം എടുത്താൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ആകാൻ പറ്റില്ല, ബാക്കിയൊക്കെ ആകാം. എന്നാൽ നിങ്ങളുടെ മക്കൾ അവർക്ക് പ്രസിഡൻറ്റ് വരെ ആകാം, കാരണം അവരവിടെ ജനിച്ചവരാണ്. അതാണ് കാരണം.